നോക്കൂ, ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായ രണ്ട് തീരുമാനങ്ങളാണല്ലോ സംഘടനാ തലത്തിൽ CPM പ്രഖ്യാപിച്ചത്. ഒന്ന്, നിശ്ചയമായും നമ്മൾ ചർച്ച ചെയ്യുന്ന EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹത്തിനെതിരായിട്ട് സംഘടനാ തലത്തിലൊരു നടപടിയുമില്ല. ഒന്നാമത് അത് പറയുന്നത് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തിൻ്റെ ഫോറം സംസ്ഥാന സമിതിയല്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല എന്നാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് സമയത്താണല്ലോ വിവാദമായ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ വരുന്നത്. അതിനുശേഷം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ പലതവണ യോഗം ചേർന്നിട്ടുണ്ട്. അപ്പോഴും ജയരാജൻ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ സംഘടനാ തലത്തിലൊരു നടപടി ജയരാജനെതിരെ ഉണ്ടായിട്ടില്ല. എന്നാൽ LDF കൺവീനർ എന്ന സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. മറുവശത്ത് നോക്കൂ, PK ശശിക്ക് ഈ സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനാ തലത്തിൽ നടപടി ഉണ്ടായി. സംഘടനാ തലത്തിൽ ഉണ്ടായപ്പോഴും അദ്ദേഹം KTDC ചെയർപേഴ്സണായിട്ട് തുടരും, ആ സ്ഥാനം തുടരും. അപ്പോൾ വളരെ വിചിത്രമായ രണ്ട് തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല നമുക്ക് എന്ന് പറയുന്ന പ്രസ്താവം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വളരെ വിചിത്രമായ രണ്ട് തീരുമാനങ്ങളായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ വിഷയം EP ജയരാജനായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് തന്നെ വരാം. EP ജയരാജനെതിരെയുള്ള നടപടി എന്ന് പറയുന്നത് ഒട്ടും തന്നെ അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഇത് വളരെ നേരത്തെ തന്നെ എടുത്ത ഒരു തീരുമാനവുമാണ്. എന്നാൽ സമയോചിതമായി അത് പ്രഖ്യാപിക്കാം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നടന്ന മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിലായിരുന്നല്ലോ മത്സരം. ഓഫ് കോഴ്സ് BJP ഒരു മൂന്നാം ശക്തിയായി നിൽക്കുമ്പോഴും തൃശ്ശൂർ മാറ്റി നിർത്തിയാൽ മറ്റ് 19 മണ്ഡലങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ നേർക്കുനേർ മത്സരം നടന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷവും UDFും തമ്മിലായിരുന്നു, അല്ലേ? അവിടെ ഈ വോട്ടർമാർക്ക് മുമ്പിൽ CPM വെച്ചൊരു ചോയ്സ് എന്താണ്? നോക്കൂ, ഇവിടെ BJP ഏറ്റവും ശക്തമായി എതിർക്കുന്നതും BJPയെ തറപറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ നിർമ്മിക്കുന്നതും ഒക്കെ ഇടതുപക്ഷമാണെന്നും അതുകൊണ്ട് രാജ്യത്ത് ഇടതുപക്ഷമാണ് ശക്തിപ്പെടേണ്ടതെന്നുള്ളൊരു ആശയമാണ് ഈ പറയുന്ന വോട്ടർമാർക്ക് മുമ്പിൽ CPM വെച്ചത്. അതിന് ഉപോത്ബലകമായി അവർ പറഞ്ഞത് ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളെ BJPക്കാരാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കോൺഗ്രസിനെ വിജയിപ്പിച്ച് വിട്ടാൽ നാളെ അവർ BJP പോകില്ല എന്ന് എന്തുറപ്പാണുള്ളത്? അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ ചോയ്സ് എന്ന് ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്, ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. പക്ഷേ ആ പ്രചാരണത്തിൻ്റെ മുന്നേ അക്ഷരാർത്ഥത്തിൽ ഒടിക്കുന്നൊരു പ്രശ്നമായിരുന്നല്ലോ ഈ പറഞ്ഞ ജാവ്ദേക്കറുമായിട്ടുള്ള EP ജയരാജൻ്റെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. അതൊരു കാരണവശാലും ഒരു കോംപ്രമൈസും ചെയ്യാൻ കഴിയാത്തൊരു കുറ്റം തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് നമുക്കറിയാവുന്നതുപോലെ EP പല വിവാദങ്ങളിൽ പെട്ടിട്ടില്ലേ? ശരിയാണ്, EP പല വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. EPയെ സംരക്ഷിച്ച് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഉന്നതമായ പദവികൾ തന്നെ നൽകി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബോണ്ട് വിവാദമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന ദേശാഭിമാനിക്ക് ഉണ്ടായിരുന്ന സ്ഥലം വിറ്റിട്ട് ഒരു വിവാദ വ്യവസായിക്ക് സ്ഥലം വിറ്റിട്ട് കെട്ടിടം നിർമ്മിച്ച കാര്യത്തിനകത്താണെങ്കിൽ പോലും, ബന്ധു നിയമനത്തിൻ്റെ പ്രശ്നത്തിലാണെങ്കിൽ പോലും ഒക്കെ പല തരത്തിൽ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോണ്ട് വിവാദത്തിൽ ജനറൽ മാനേജർ സ്ഥാനം നഷ്ടപ്പെട്ടു ദേശാഭിമാനിയുടെ, അല്ലേ? നെപ്പോട്ടിസത്തിൻ്റെ ഭാഗമായിട്ടും മന്ത്രിസ്ഥാനം രാജിവെച്ചു, പക്ഷേ തിരിച്ച് വന്നു. അവസാനം എന്താണ്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിനെ അതിന് പാർട്ടി പിന്തുണച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് EP ജയരാജൻ ഒരു വിവാദത്തിൽ പോയി പെടുക എന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നാൽ, ഈ തുടർച്ചയായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലിരുന്ന് കഴിഞ്ഞാൽ പാർട്ടി എപ്പോഴും പ്രതിസന്ധിയിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നൊരു നേതാവുമല്ല EP ജയരാജൻ. അതുകൊണ്ട് അദ്ദേഹത്തെ LDF കൺവീനറായിട്ട് അപ്പോഴും നല്ലൊരു ചുമതല തന്നെയാണ് കൊടുത്തത്. പക്ഷേ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടതുപോലെ പിണറായി വിജയൻ, അത് കഴിഞ്ഞാൽ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ, പിന്നെ മൂന്നാമത്തെ നേതാവ് എന്നുള്ള നിലയ്ക്കാണല്ലോ EP ജയരാജനെ കാണുന്നത്. EP ജയരാജന് പക്ഷേ അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിയാതെ പോയതിൻ്റെ മുഴുവൻ പിണക്കങ്ങളും അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒരു പാർട്ടി പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നതാണ് വിവാദമാകുന്നത്. പങ്കെടുത്താൽ വാർത്തയാവുന്ന അവസ്ഥയായി, അല്ലേ? EP ജയരാജൻ ഗോവിന്ദ മാസ്റ്ററുടെ ജാഥയിൽ പങ്കെടുത്തു എന്നുള്ളത് വാർത്തയാവുക, EP ജയരാജൻ LDF യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വാർത്തയാവുക. അങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു പിണക്കത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ ജാവ്ദേക്കർ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. നോക്കൂ, ഈ പറയുന്ന CPMൻ്റെ കേരളത്തിൽ ഇനിയും വരാനിരിക്കുന്ന ഒരു കോർ കോസ് എന്ന് പറയുന്നത് അവർ BJPക്കെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് തന്നെയാണ്. ആ നിലയ്ക്കാണ് അവരെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കോർ കോസിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ കഴിയില്ല. EPയെ പോലെ ഉന്നതനായ ഒരു നേതാവ് പോയിട്ട് ജാവ്ദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക, അതിനേക്കാളും വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമല്ലേ ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഈ പാർട്ടി വിട്ടിട്ട് BJPയുമായി ചേരാൻ ശ്രമിച്ച നേതാക്കളിൽ ഒരാളാണ് EP ജയരാജൻ എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനൊന്നും വ്യക്തമായ മറുപടി EPക്ക് പറയാനുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം
സാഹചര്യത്തിൽ ഇത് ഏതായാലും വിളിച്ചു വരുത്തിയ ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഇപിക്ക് CPM രാഷ്ട്രീയത്തിലൊരു ഭാവി ഉണ്ടെന്ന്. നോക്കൂ, ഇപ്പോൾ 2 തവണ MLA ആയിട്ട് 2 തവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, പിന്നെ വിവിധ പദവികളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ ഒന്നും സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിയില്ല. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 74 കഴിഞ്ഞിരിക്കുന്നു, 75 വയസ്സാകാൻ പോവുകയാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പദവികൾ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പാർട്ടി കോൺഗ്രസോടുകൂടി തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗസ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടമാകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു സംഘടനാ നടപടിയെടുത്ത് വിടേണ്ട കാര്യവുമില്ല. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ജയരാജനെ എപ്പോഴും വലിയ ഇപ്പോൾ ഈ സമയത്ത് എന്തുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്, EP ജയരാജനെ പോലെ ഒരു ത്യാഗിയായ രാഷ്ട്രീയ നേതാവായിട്ടാണല്ലോ CPM രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ കാണുന്നത്, അല്ലേ? വെടിയുണ്ടേറ്റ നേതാവാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് EPയുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് EP ഇരിക്കുന്ന സമയത്താണ് ഏറ്റവും ശക്തമായ സംഘർഷം CPM BJP ആയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള, ആ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള. അപ്പോൾ അവിടെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം തീർത്തൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് EPയോട് അവർക്ക് ഒക്കെ ഒരു കടപ്പാടുണ്ട്, CPM നേതൃത്വത്തിലൊരു കടപ്പാടുണ്ട്. അത് മാത്രമല്ലല്ലോ ഇപ്പം ഈ പറയുന്ന ഔദ്യോഗിക പക്ഷം മാത്രമല്ല ഇപ്പോഴുള്ളൂ, വിഭാഗീയതയുടെ ഒരു ചരിത്രമുണ്ടല്ലോ ഈ പാർട്ടിക്ക്. ആ വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിഭാഗീയത ഉണ്ടാവുകയും VS പക്ഷം ശക്തമാവുകയും ചെയ്തപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് അതിൻ്റെ ചുമതലക്കാരനായി നിന്നുകൊണ്ട് ആ പാർട്ടി ജില്ലാ ഘടകത്തെ ഒന്നടങ്കം പിണറായി പക്ഷത്തേക്ക് എത്തിച്ചത് പിന്നെ EP ജയരാജനാണ്. ആ അർത്ഥത്തിൽ ആ ഒരു വലിയ പ്രവൃത്തി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവിടെ തൃശ്ശൂരിൽ മാത്രമല്ല വിവിധ ജില്ലകളിൽ EP ഉണ്ടാക്കിയിട്ടുള്ള കോൺടാക്റ്റ് വഴി മലപ്പുറം സമ്മേളനത്തിലൂടെ പിണറായിയുടെ ഔദ്യോഗിക പക്ഷം പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വളരെ ശക്തമായി മുന്നിൽ നിന്ന പോരാളിയാണ് EP ജയരാജൻ. ആ അർത്ഥത്തിലൊക്കെ EPയോട് വലിയ കടപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് EP എക്കാലത്തും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുമായി ചേർന്നിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ CPMൽ എളുപ്പമല്ല പിന്നെ തുടരുക എന്ന് പറയുന്നത്. തുടരുക എന്ന് ഞാൻ പറയുന്നത് ഈ പദവികളിൽ ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ BJPക്കെതിരായ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് CPM ഇവിടെ നിലനിൽക്കുന്നതും ഇനിയും തുടർന്ന് നിലനിൽക്കാനും അവർ ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോർ കോഴ്സിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർക്ക് തയ്യാറാകാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് ഉചിതമായ നടപടിയാണ്. എന്തുകൊണ്ട് പിന്നെ പലരും ചോദിക്കാറുണ്ട് EP ജയരാജനൊന്ന് ഒഴിഞ്ഞു പോകുന്നതിന് പകരം അല്ലെങ്കിൽ മാറ്റുന്നതിന് പകരം ഒന്ന് രാജിവെച്ച് പോയിക്കൂടെ? രാജിവെച്ച് പോകാൻ കഴിയില്ല. കാരണം എന്താ ഈ പറയുന്ന 30,000-ലേറെ ബ്രാഞ്ചുകളുണ്ടല്ലോ ഈ പാർട്ടിക്ക്. നാളെ ആ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുകയാണ്. ഈ ബ്രാഞ്ചുകൾ മുതൽ സംസ്ഥാന തല നേതൃതലം വരെയുള്ള എല്ലാ കമ്മിറ്റികളിലും EP ജയരാജനെതിരായിട്ടുള്ള പിന്നെ വിമർശനമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് അവലോകന സമയത്ത് തിരുത്തൽ രേഖ ഉണ്ടാക്കുമ്പോൾ ബ്രാഞ്ച് തലത്തിൽ തന്നെ അതിശക്തമായ വികാരമാണ് എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും. അതൊരു പൊതുവികാരമായി പാർട്ടി അണികളെ ബാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം? പാർട്ടിയാണ് ഇതൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ അണികൾ എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് തലം മുതൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്കിടയിൽ ഒരു പൊതുവികാരം ഉണ്ടായാൽ അതിനെതിരെ കണ്ണടച്ച് നിൽക്കാൻ സംസ്ഥാന നേതൃത്വത്തിൽ കഴിയില്ല. സ്വാഭാവികമായും EPക്കെതിരെ ഒരു നടപടി എടുത്തേ മതിയാകും. അത് രാജിവെച്ച് പോകാനുള്ള അവസരം കൊടുക്കുകയല്ല വേണ്ടത്, ഒരു നടപടി തന്നെ എടുക്കണം. എന്നാലേ ആ സന്ദേശം പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത് അനിവാര്യമായ നടപടിയാണ്. ഒരു കാര്യം കൂടി ഒരു വരി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ EP ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഗവർണർ പദവി ഓഫർ ചെയ്തിട്ടുണ്ട്, BJPയിലേക്ക് പോകും. അങ്ങനെയൊന്നും ഒരു തീരുമാനം EP ജയരാജൻ എടുക്കില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ 1/2 നൂറ്റാണ്ട് കാലമായി അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, CPMൻ്റെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ സ്വന്തം രാഷ്ട്രീയത്തെ റദ്ദാക്കിക്കൊണ്ട് ഈ പറയുന്ന പിന്നെ 75-ാമത്തെ വയസ്സിൽ ഒരു BJPക്കാരനായി EP ജയരാജന് മാറാനേ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു ഇടതുപക്ഷ ചെയ്തിയിൽ തന്നെ നിൽക്കും. എന്നാൽ CPM രാഷ്ട്രീയത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ ഇനി EPക്ക് ഒരംഗത്തിനു കൂടി ബാല്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. Meet the editors.